Dear students, in this video we'll be discussing few latest advancements in the field of audit. There are different kinds of audits according to the different business organizational structure, according to the conduct and procedure of the audit. But apart from those all audit types, we'll be discussing three latest advancements. പ്രത്യേകമായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു 3 കൈൻഡ് ഓഫ് ഓഡിറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കൈൻഡ് ഓഫ് ഓഡിറ്റുകളും പോപ്പുലർ ആയി വരുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. The first one is tax audit. From the name itself you can understand this audit is exclusively meant for taxation purposes. അതായത് നമുക്കറിയാം ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവർക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, ബാങ്കുകൾ ലോൺസ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്, അതേപോലെ ഈ സ്ഥാപനം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് എന്ന് നിശ്ചയിക്കുന്നത്, ടാക്സ് ഫയലിംഗ് ചെയ്യാനായിട്ട് ടാക്സ് അതോറിറ്റീസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, ഈ അക്കൗണ്ട്സ് നമ്മൾ ഓഡിറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ടാക്സ് കാൽക്കുലേഷന് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അവിടെ ഒരു രണ്ടാമതൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ചില സാഹചര്യങ്ങളിൽ വന്നേക്കാം. അപ്പോൾ അതിനു വേണ്ടി ടാക്സ് എത്ര പേയബിൾ ആണ്, ഈ ബിസിനസ്സിന് എത്ര ടാക്സബിൾ ഇൻകം ഉണ്ടെന്ന് ശരിക്കും ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനും അത് വെച്ച് ടാക്സബിൾ എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനും വേണ്ടി രണ്ടാമത് ഓൾറെഡി ഓഡിറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെ രണ്ടാമത് റീ എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സ് ഓഡിറ്റ് എന്ന് വിളിക്കുക. So as a definition we can say tax audit is the process of examining the final accounts to determine the correct tax liability of the business. കാരണം എപ്പോഴും ബിസിനസ്സുകൾക്ക് താല്പര്യം എന്തായിരിക്കും, കുറച്ച് ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതിരുന്നാൽ അത്രയും അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ടാക്സ് അതോറിറ്റീസിന്റെ ഉത്തരവാദിത്വമാണ് ശരിക്കുമുള്ള ടാക്സ് ലയബിലിറ്റീസ് കണ്ടുപിടിക്കുകയും അത് കമ്പനീസിനെ കൊണ്ട് പേ ചെയ്യിപ്പിക്കുകയും വേണം. അപ്പോൾ ഇതേ സമയം ഇൻകം ടാക്സ് ലോയിന്റെ കീഴിൽ ഒരു പ്രൊഫഷണൽ ഓഡിറ്റർ ഇതിനു വേണ്ടി മാത്രം ടാക്സ് അതോറിറ്റീസിൽ ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തി, ആ ഒരു ഓഡിറ്റർ, പ്രൊഫഷണൽ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, ഈ ടാക്സ് പേ ചെയ്യുന്ന ആളുടെ റെക്കോർഡുകളും അക്കൗണ്ട്സും എല്ലാം രണ്ടാമത് റീ എക്സാമിൻ ചെയ്ത് അയാളുടെ ശരിക്കുമുള്ള ടാക്സബിൾ ഇൻകം എത്രയാണെന്നും അതിൽ നിന്നും എത്ര ടാക്സ് ഇയാൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും കണ്ടുപിടിക്കുന്നു. ഈ ഒരു പർപ്പസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി കമ്പനിയുടെ ടാക്സബിലിറ്റി കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതിനകത്ത് ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ലാതെ ട്രാൻസ്പെറന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ടാക്സ് ലോസ് എല്ലാം കൃത്യമായിട്ട് കമ്പനീസ് കംപ്ലയൻസ് ചെയ്യേണ്ട ഒരു നിർബന്ധിതരാവുകയാണ്. അതേസമയം ടാക്സേഷൻ സിസ്റ്റം കുറെ കൂടെ ഇന്റഗ്രിറ്റിയും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ടാക്സ് അതോറിറ്റീസിനും സാധിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത് ടാക്സേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിറ്റ് ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വി കൻ ഗെറ്റ് ഇൻ ടു ദി ഓബ്ജക്റ്റീവ്സ്, ഡിഫറെന്റ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ട്രൂ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുക, ടാക്സ് പേയബിൾ എത്രയാണെന്നുള്ള എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ടു ചെക്ക് വെദർ ദ കമ്പനി ഹാസ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ശരി, അപ്പോൾ ശരിക്കും എന്തെങ്കിലും അതിനകത്തൊരു ടാക്സബിൾ ഇൻകത്തിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഇൻകം അതിനകത്ത് കാണിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഈ കമ്പനി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി തന്നെ തെറ്റാണ്, അവരുടെ മെയിൻ്റനൻസ് പ്രോസസ്സസ് റോങ്. അപ്പൊ അത് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സ്വന്തമായിട്ട് അവർ ഒരു തരത്തിലുള്ള ടാക്സ് ഇവേഷൻസും ചെയ്യാതെ അവരുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക, കമ്പനീനെ മനസ്സിലാക്കുക ദാറ്റ് നിങ്ങളുടെ തന്നെ വോളണ്ടറി ആയിട്ട് നിങ്ങൾ സ്വമേധയാ ടാക്സ് അടയ്ക്കണം, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നു. അതേപോലെ ഇറ്റ് കെൻ പ്രിവെന്റ് ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് ലോസ്, അതായത് ടാക്സ് അടയ്ക്കാതിരിക്കുന്ന പ്രവണതയും കുറച്ച് ടാക്സ് അടയ്ക്കുന്ന പ്രവണത, ശരിക്കും അടയ്ക്കേണ്ട തുകയേക്കാൾ കുറച്ച് എമൗണ്ട് അടയ്ക്കുന്ന ഒരു ശീലവും ഒക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ എൻഷുർ കറക്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആൻഡ് ദ ടാക്സ്, കറക്റ്റ് ഇൻകം റിപ്പോർട്ട് ചെയ്യുക, കറക്റ്റ് ടാക്സ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതുവഴി
ടാക്സ് അഡ്വൈസുകളും ടാക്സ് പ്ലാനിങ്ങുകളും ചെയ്യാനായിട്ട് കമ്പനീനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, ക്രിയേറ്റ് അവയർനെസ് ഓൺ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അണ്ടർ ടാക്സ് ലോസ്. ടാക്സ് നിയമത്തിന് കീഴിൽ ഓരോ കമ്പനികളുടെയും അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ ദൗത്യങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നും അവരെ അവെയർ ആക്കി കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലി കമ്പനിയിൽ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ആ ഓഡിറ്റഡ് റിപ്പോർട്ട് ആയിരിക്കും നമ്മൾ ടാക്സ് അതോറിറ്റിക്ക് കൊടുക്കുന്നത്. ടാക്സ് അതോറിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും ഇത് രണ്ടാമത് എക്സാമിൻ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഈ ടാക്സ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ കമ്പനി ഡയറക്ട്ലി ആയിരിക്കില്ല, അത് ടാക്സ് അതോറിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഈ ഏത് കമ്പനിയാണ് ഇനി അതേ സമയം വേണമെന്നുണ്ടെങ്കിൽ ഈ നിലവിൽ ഈ കമ്പനി ഏത് ലോയിന്റെ കീഴിൽ, ഇപ്പൊ ഒരു കമ്പനീസ് ആക്ടിന്റെ കീഴിൽ വന്ന കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവിടെ ഓൾറെഡി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സെയിം ഓഡിറ്റർക്ക് തന്നെ വേണമെങ്കിൽ ടാക്സ് ഓഡിറ്റും കൂടെ പെർഫോം ചെയ്യാം. പക്ഷെ ഈ ടാക്സ് അതോറിറ്റീസ് പറയും ദാറ്റ് ഈ ടാക്സ് ഓഡിറ്റും കൂടെ നടത്തണം, ഒരു റീ എക്സാമിനേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് ആ സെയിം ആൾക്ക് തന്നെ, സെയിം ഓഡിറ്റർക്ക് തന്നെ വേണമെങ്കിൽ ഇത് പെർഫോം ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ടാക്സ് ഓഡിറ്റിന് ഒരു സീലിംഗ് ലിമിറ്റ്, ഒരു CA കാരന് എത്ര ടാക്സ് ഓഡിറ്റ്സ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 30 ടാക്സ് ഓഡിറ്റുകളാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഫൈനലി ലെറ്റ് us ഡിസ്കസ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. അതിൽ ആദ്യത്തേത് കമ്പൽസറി ടാക്സ് ഓഡിറ്റ് ആണ്. അതായത് ഒരു കമ്പനിയുടെ ടേൺ ഓവർ, അതായത് ടേൺ ഓവർ 60 lakhs-ഉം അതേപോലെ ഒരു ബിസിനസ് ആണെങ്കിൽ, ഒരു കമ്പനി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 60 lakh ടേൺ ഓവേഴ്സും അതേസമയം 15 lakhs ചെയ്യുന്ന ടേൺ ഓവർ ഉള്ള റെസീപ്റ്റ്സ് ഉള്ള ഒരു പ്രൊഫഷണൽ, ഇപ്പൊ ഒരു കൺസൾട്ടന്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ, അതൊക്കെ പ്രൊഫഷൻ ആണ് അല്ലെ, അതൊരു ബിസിനസ് അല്ല, പ്രൊഫഷൻ ആണ്. അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആളുടെ കേസ് ആണെങ്കിൽ 15 lakhs-ന് മുകളിൽ റെസീപ്റ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനെയാണ് നമ്മൾ കമ്പൽസറി ടാക്സ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ടാക്സ് ഓഡിറ്റ് വിച്ച് ഇസ് മെന്റ് ഫോർ ക്ലെയിമിംഗ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്. അതായത് ഇപ്പൊ ഞാൻ ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ എനിക്ക് ഈ എന്റെ ടാക്സ് ഫയലിങ്ങിനകത്ത് ഒത്തിരി എക്സംഷൻസും ഡിഡക്ഷൻസും ഒക്കെ എനിക്ക് ക്ലെയിം ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇൻകം ടാക്സ് പഠിച്ച ആൾക്കാരാണ്, യു നോ വാട്ട് ഇസ് ടാക്സ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്. അപ്പൊ എനിക്ക് ഈ ഡിഡക്ഷൻസും എക്സംഷൻസും ഒക്കെ ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെതായിട്ടുള്ള പ്രൂഫുകളൊക്കെ കൊടുക്കും. പക്ഷെ സംബഡി ഹാസ് ടു ക്രോസ് ചെക്ക്, ശരിക്കും ഈ വ്യക്തി ഇതിൽ ഈ എക്സംഷൻസ് കിട്ടാൻ അല്ലെങ്കിൽ ഡിഡക്ഷൻസ് കിട്ടാൻ അവകാശമുള്ള ആളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടാമത് ഒരു റീ എക്സാമിനേഷൻ നടത്തും. അതിനെയാണ് നമ്മൾ ഓഡിറ്റ് ഫോർ ക്ലെയിമിംഗ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ ഇയാളുടെ ടാക്സബിൾ ഇൻകവും ടാക്സബിൾ ലയബിലിറ്റിയും കണ്ടുപിടിക്കാനല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു കാര്യം മാത്രം ക്രോസ് ചെക്ക് ചെയ്യാനാണ്, ടു ക്ലെയിം അല്ലെങ്കിൽ whether the taxable person has the right or the taxable organization has the right to claim the particular exemptions and deductions prescribed by the organization. And the last one is selective tax audit ആണ്. ഇത് ചില സ്പെഷ്യൽ കേസുകളിലാണ് ഈ സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് വരുന്നത്. അതായത് ടാക്സ് ഓഡിറ്ററുടെ കയ്യിൽ ടാക്സ് അതോറിറ്റിയുടെ കയ്യിൽ കമ്പനിയുടെ അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റ്സും കിട്ടിക്കഴിഞ്ഞു. അത് ഓൾറെഡി ഓഡിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കയ്യിൽ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ടാക്സ് അതോറിറ്റിക്ക് എന്തെങ്കിലും ഒരു സംശയം, ഒരു സസ്പിഷൻ തോന്നുകയാണ്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു എറേഴ്സ് അവിടെ നടന്നിട്ടുണ്ട്, മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് ഒരു ഡൗട്ട് തോന്നുന്ന കേസിൽ മാത്രം ഇവര് ഒരു അസസിംഗ് ഓഫീസറിനെ വെച്ച് ഈ ടാക്സ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറയും. അത് എല്ലാവർക്കും ബാധകമല്ല, ഇങ്ങനെ ഡൗട്ട് വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം ചെയ്യിപ്പിക്കുന്ന ഒരു ടാക്സ് ഓഡിറ്റ് ആണ്. അതിനെയാണ് നമ്മൾ സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് എന്ന് വിളിക്കുക. സോ ദീസ് ആർ ദ 3 ബേസിക് ടൈപ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. സോ ദ നെക്സ്റ്റ് ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് വിൽ ബി ഡിസ്കസിംഗ് is പെർഫോമൻസ് ഓഡിറ്റ്. നമ്മൾ നേരത്തെ ടാക്സ് ഓഡിറ്റ് പറഞ്ഞു, അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് പേരിൽ സൂചിപ്പിക്കുന്ന പോലെ കമ്പനിയുടെ പെർഫോമൻസിനെ വാല്യൂ ചെയ്യുന്ന, പെർഫോമൻസിനെ മെഷർ ചെയ്യുന്ന ഓഡിറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ലക്ഷ്യം കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ ആക്യുറസി ചെക്ക് ചെയ്യുന്നതല്ല,
നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. അവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ്. അതല്ല ഇവിടെ ചെയ്യുന്നത്. ടാക്സ് ഓഡിറ്റിനകത്ത് നമ്മൾ എന്താ ചെയ്യണേ? അവിടെയും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ കറക്റ്റ്നെസ് അല്ല ചെക്ക് ചെയ്യുന്നത്, പകരം ഇവിടുത്തെ ടാക്സ് ലയബിലിറ്റി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതേപോലെ പെർഫോമൻസ് ഓഡിറ്റിന്റെ കേസിൽ വരുമ്പോൾ ഇവിടെ ടാക്സബിലിറ്റി നോക്കാനോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ കറക്റ്റ്നെസ് നോക്കാനോ ഒന്നുമല്ല, പകരം കമ്പനിയുടെ റിസോഴ്സുകൾ മാനേജ് ചെയ്യുന്നതിന്റെ കഴിവ് എത്രയുണ്ട്, എത്ര നന്നായിട്ടാണ് കമ്പനി അവരുടെ റിസോഴ്സുകൾ മാനേജ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പെർഫോമൻസ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ the company's ability to utilize and manage the resources they have, അതിനെയാണ് നമ്മൾ പെർഫോമൻസ് എന്ന് വിളിക്കുന്നത്. സോ ആ പെർഫോമൻസിനെ ഓഡിറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. To make the concept more clear, we can look into the objectives of performance audit. The first objective is to assess the functions and activities of organization. ഈ സ്ഥാപനത്തിന്റെ functions, ഓരോ function, marketing function, accounting function, production function, sales function, അങ്ങനെ ഓരോ functionsഉം അവർ ചെയ്യുന്ന ഓരോ activitiesഉം assess ചെയ്യുക, measure ചെയ്യുക. And second thing is to check whether the resources are used rightly. Optimum ആയിട്ടാണോ റിസോഴ്സ് ഉപയോഗിക്കുന്നത്, ഓവർ യൂസ് ഉണ്ടോ, അണ്ടർ യൂസ് ഉണ്ടോ, വേസ്റ്റേജ് ഉണ്ടോ, ഏതെങ്കിലും റിസോഴ്സുകൾ ഐഡിൽ ആയിട്ട് ഇരിക്കുന്നുണ്ടോ, അതാണ് ചെക്ക് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡിറ്റർമൈൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ്സ്. എത്രത്തോളം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ടുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ പ്രൊവൈഡ് ചെയ്ത ഇൻപുട്ടിൽ നിന്ന് എത്രത്തോളം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നത്, അതിൽ നിന്നും എത്രത്തോളം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വാല്യൂ ഉള്ള പ്രൊഡക്ട്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ ഇവര് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇതേ കേസ് തന്നെ സർവീസിലും വരാം. എത്രത്തോളം എഫേർട്ടും ടൈമും ഇട്ടിട്ടാണ് എത്രത്തോളം നല്ല സർവീസുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ദെൻ പ്രോഗ്രാം ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. എൻറ്റയർ ബിസിനസിന്റെ അവര് ഷെഡ്യൂൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും, ആ ഓരോ പ്രോഗ്രാമിന്റെയും ഇവാലുവേഷൻസ് നടക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് കഴിഞ്ഞ മാസം ഇവർ പ്രൊവൈഡ് ചെയ്തു, ഒരു പുതിയ മിഷനറിയുടെ ട്രെയിനിങ്സ് കൊടുത്തു, ഒരു പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അവരൊരു സോഷ്യൽ CSR പ്രോഗ്രാം നടത്തി. ഇതിന്റെ ഓരോന്നിന്റെയും ഇഫക്റ്റീവ്നെസ് എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? വൺസ് ദ പ്രോഗ്രാം ഇസ് ഓവർ, അല്ലെ, ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് രണ്ടാമതൊന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഫൈനലി റിവ്യൂ ഓൾ ദ മാനേജ്മെന്റ് ഫേസസ്. നമുക്കറിയാം ഒരു മാനേജ്മെന്റ് ഡ്യൂട്ടീസ്, മാനേജീരിയൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, അല്ലെ. ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, പ്ലാനിംഗ്, കൺട്രോളിംഗ് ഒക്കെ മാനേജ്മെന്റിന്റെ പല പല ഫേസസ് ആണ്. ആ ഓരോ ഫേസസും റിവ്യൂ ചെയ്ത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പെർഫോമൻസ് ഓഡിറ്റിന്റെ കോൺസെപ്റ്റ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദിസ് ഇസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ടാക്സ് ഓഡിറ്റ്. അതിനകത്ത് ഒത്തിരി സ്കോപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ടാക്സ് ഓഡിറ്റിനകത്ത് 2-3 കാര്യങ്ങൾ ചെയ്താൽ ടാക്സ് ഓഡിറ്റ് കഴിഞ്ഞു. അവരുടെ മാക്സിമം സ്കോപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ടാക്സബിൾ ഇൻകം കറക്റ്റ് ആണോ, ടാക്സ് ലയബിലിറ്റി കറക്റ്റ് ആണോ, ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്ന എക്സംഷൻസും ഡിഡക്ഷൻസും എല്ലാം ഇവർക്ക് കിട്ടാൻ അവകാശമുള്ളത് തന്നെയാണോ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ നോക്കിയാൽ മതി. പക്ഷേ പെർഫോമൻസ് ഓഡിറ്റിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ they have to cover so many areas, so many scope is there. ഇത്തിരി വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉള്ള ഒരു ഓഡിറ്റ് ആണ് ഇത്. അപ്പൊ ഇതില് ഒരു 9 ഡിഫറെന്റ് ഏരിയാസിലാണ് പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അസസ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോഗ്രാമുകളും ഓരോ ആക്ടിവിറ്റീസും ഓരോ ഫങ്ഷൻസും ഇവർ അസസ് ചെയ്യും. ഈ അസസ്മെന്റ് ഇസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് റിലയബിൾ എവിഡൻസസ്. The second thing is activities ആണ്. ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ ഇത്രയും നാളും പഠിച്ച ഫിനാൻഷ്യൽ ഓഡിറ്റിനകത്ത് we know that they only consider financial activities. അതേപോലെ ടാക്സ് ഓഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പെർഫോമൻസ് ഓഡിറ്റ്, ഒരു കമ്പനിയുടെ പെർഫോമൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ the auditor has to consider both financial and non-financial activities. The third one is organization. The performance audit, the auditor will review the organization as a whole. Entire unit ne thanne review cheyyunnundu. Fourth one resources ആണ്. ഒരു ബിസിനസ്സിന് വേണ്ട ഏറ്റവും ബേസിക് 4 റിസോഴ്സസ് ആണ്: മണി, മെൻ, മെറ്റീരിയൽ ആൻഡ് മിഷനറി. ഓരോ റിസോഴ്സുകളെയും അവരുടെ യൂസേജിനെയും എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് വൺ ഇസ് മാനേജ്മെന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് പോലുള്ള ഓരോ മാനേജ്മെന്റ് ഫംഗ്ഷനെയും സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്.
Then the sixth point is economy. That means ഏറ്റവും എക്കണോമിക് ആയിട്ട് ഏറ്റവും ലാഭകരമായിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്, ഏറ്റവും ലോയസ്റ്റ് കോസ്റ്റിലുള്ള റിസോഴ്സുകളാണോ ഇവർ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെൻ, മണി, മെറ്റീരിയൽ, മിഷനറി, ഈ ഓരോ റിസോഴ്സസിനെയും പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല റിസോഴ്സസിനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇവർ എക്വയർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. Then the seventh one is efficiency. Efficiency എന്ന് പറഞ്ഞാൽ the relationship between input and output ആണ്. നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്നും എത്ര എമൗണ്ടില് എത്ര ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എഫിഷ്യൻസി, കാര്യപ്രാപ്തി, കാര്യക്ഷമത എന്നൊക്കെ നമുക്ക് പറയാം. The next one is effectiveness. Effectiveness എന്ന് പറയുമ്പോൾ എന്താണ്, once a program is over, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഗോൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ചെയ്തത് ഇന്നൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ശരിക്കും അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് ആ പ്രോഗ്രാം കഴിയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇഫക്റ്റീവ്നെസ് ആണ് മെഷർ ചെയ്യാൻ പറ്റുക. ദിസ് പ്രോഗ്രാം വാസ് ഹൈലി ഇഫക്റ്റീവ്, ദിസ് പ്രോഗ്രാം വാസ് ഇൻഎഫക്റ്റീവ്, അങ്ങനെ ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അക്കൗണ്ടബിലിറ്റി. അതായത് ഈ പെർഫോമൻസ് എല്ലാം നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്തു, ഈ ചെയ്ത കാര്യം കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പെർഫോമൻസ് ഓഡിറ്റർക്ക് ഉണ്ട്. Now we will be looking into the last type of audit, which is the latest technology. ഇന്ത്യയിലാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇപ്പോൾ ഒരു എവല്യൂഷണറി സ്റ്റേജിലാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദിസ് ഇസ് വാട്ട് യു കോൾഡ് സോഷ്യൽ ഓഡിറ്റ്. ഓക്കെ, നമുക്കറിയാം ബിസിനസ് എന്റർപ്രൈസുകൾ എന്ന് പറയുന്നത് ഓരോ ബിസിനസ്സുകളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ അതൊരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ സൊസൈറ്റിയുടെ തന്നെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആയിട്ടും കസ്റ്റമേഴ്സ് ആയിട്ടും ക്രെഡിറ്റേഴ്സ് ആയിട്ടും സപ്ലയേഴ്സ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും മീഡിയ ആയിട്ടും ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഒരു സൊസൈറ്റിയുടെ അകത്ത് ആ സൊസൈറ്റിയുടെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ബിസിനസ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഓരോ ബിസിനസ്സും തിരിച്ച് സൊസൈറ്റിനോട് അക്കൗണ്ടബിൾ ആണ്. നമ്മളിപ്പോ CSR എന്നൊക്കെ നമ്മൾ കോൺസെപ്റ്റുകൾ കേട്ടിട്ടുള്ളതാണ്. സൊസൈറ്റിയിലെ റിസോഴ്സസുകൾ ഉപയോഗിക്കുമ്പോൾ തിരിച്ച് സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കാൻ ഓരോ ബിസിനസ്സും ബാധ്യസ്ഥരാണ്. അപ്പോ ഓരോ ബിസിനസ്സും സോഷ്യലി എത്രത്തോളം റെസ്പോൺസിബിൾ ആണ്, സോഷ്യലി എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് to provide a social objective for the business. ഇത് അവർക്കൊരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുക ബിസിനസ്സുകൾക്ക്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ സൊസൈറ്റിനെ ഉപയോഗിക്കുമ്പോൾ തിരിച്ച് സൊസൈറ്റിക്ക് നിങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ അതിപ്പോ CSR ആക്ടിവിറ്റീസ് മാത്രമായിട്ടല്ല, പകരം നല്ല ജോലി കൊടുക്കുമ്പോൾ, ആളുകൾക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻസും നല്ല വേജസും കൊടുക്കുന്നു, നല്ല ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്നു, അങ്ങനെയുള്ളതെല്ലാം ഇവരുടെ സോഷ്യൽ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോ ബിസിനസ്സിനെ തന്നെ ആ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അത് എത്രത്തോളം ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മെഷർ ചെയ്യുക. ഇതൊക്കെയാണ് സോഷ്യൽ ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. Let us have a deeper look into the objectives of social audit. The first one, they record the social cost and benefit. Social cost എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ ബിസിനസ് ഓർഗനൈസേഷൻ സൊസൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് കോസ്റ്റ്. അപ്പൊ ആക്ച്വലി സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കോസ്റ്റ് ആണ്. തിരിച്ച് ബിസിനസ്സിൽ നിന്നും എത്രത്തോളം ബെനിഫിറ്റ് സൊസൈറ്റിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ജോലി. രണ്ടാമത്തത് ഈ റെക്കോർഡ് ചെയ്ത പെർഫോമൻസുകളെ വെരിഫൈ ചെയ്യുന്നു. തേർഡ് വൺ ഇസ് സോഷ്യൽ ഗോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കമ്പനീസിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി അവർക്ക് അവെയർ ആക്കി കൊടുക്കുക. അവരുടെ ഓരോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ്, ഇപ്പൊ ഈ CSR ഒക്കെ ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്താൽ പോരാ, അത് ആരെങ്കിലും വന്ന് മെഷർ ചെയ്യണം. ശരിക്കും ഇത് ഇവര് സോഷ്യലി ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും നോക്കിയാൽ അല്ലെ അവർ ഇനിയും അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ, മോശം കാര്യങ്ങൾ ചെയ്യാതിരിക്കുള്ളൂ. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ ഇപ്പൊ നിലവിൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഡീവിയേഷൻസോ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങളോ തെറ്റായ കാര്യങ്ങളോ ഒക്കെ കണ്ടാൽ ആ സോഷ്യൽ ഗോൾസിനെ, കമ്പനിയുടെ സോഷ്യൽ ഗോൾസിനെ റിവൈസ് ചെയ്ത് കൊടുക്കുക, തിരുത്തി മാറ്റി കൊടുക്കുക. ആൻഡ് ഫൈനലി ദ സോഷ്യൽ ഓഡിറ്റർ will measure or assess the relations
between the company and employees, customers and public. ഈ കമ്പനി തന്റെ എംപ്ലോയീസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിലനിർത്തുന്നത്, തന്റെ കസ്റ്റമേഴ്സിനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. കാരണം ഇതും അവരുടെ സോഷ്യൽ പെർഫോമൻസിന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.